നമ്മുടെ ജനാധിപത്യം നിലനിർത്തുന്നതിൽ പാർലമെൻറ്റിനും സംസ്ഥാന നിയമസഭകൾക്കും വലിയൊരു പങ്കുണ്ട്. കാലക്രമത്തിൽ അത് എങ്ങനെ മാറി, അത് ഗുണപരമായ മാറ്റം നല്ലതിനാണോ മോശമായ മാറ്റമാണോ, അങ്ങനെ വിലയിരുത്തുന്നു? നമ്മുടെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയെ കുറിച്ച് നമ്മളൊരു വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മുതൽ തുടങ്ങണം. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിലേക്ക് മാറി നമുക്കൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണ സംവിധാനം ക്രമീകരിക്കുന്ന ഏർപ്പാടുകൾ, സർവോപരി ഈ രാജ്യത്തിനൊരു ഡയറക്ഷൻ, ജനാധിപത്യ മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം. അപ്പം അങ്ങനൊരു കാഴ്ചപ്പാടോടുകൂടി ഈ രാജ്യത്തിനൊരു പ്രത്യേക ട്രാക്കിലൂടെ നയിച്ച ഒരു ലീഡർഷിപ്പ് ആ സമയത്ത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നെഹ്റുവിൻ്റെ ഒരു പീരീഡ്, നെഹ്റു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 1946 ഡിസംബറിൽ അദ്ദേഹമാണത് അവതരിപ്പിച്ച്. അപ്പോൾ അതാണ് ഈ പ്രിയാമ്പിളിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അപ്പോൾ അതിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സ്വന്തമായി എഴുതി ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച്. ആ രീതിയിൽ ഇതിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇത് പാസ്സാക്കി. അന്ന് അംബേദ്കർ ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ടൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ഈ ഡെമോക്രസി അവരോധിക്കുന്നത്. അപ്പോൾ അതിന് പല രീതിയിൽ ഇത് പോകാം എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയെക്കുറിച്ച് അംബേദ്കർക്ക് സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇത് എത്രത്തോളം നിലനിൽക്കും? കാരണം ഈ രാജ്യത്തിൻ്റെ ഒരു സാമൂഹിക ഘടന എന്ന് പറയുന്നത് ഈ വർണ്ണാശ്രമധർമ്മത്തിലൊക്കെ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ഘടനയാണ്. അപ്പോൾ അതൊരു ഹൈറാർക്കിക്കൽ സൊസൈറ്റി. അവിടെ ജനാധിപത്യം വളരുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. സമത്വത്തിൻ്റെ സങ്കല്പമില്ല. സമത്വത്തിൻ്റെ സങ്കല്പം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റിസിൻ്റെ സങ്കല്പമില്ല, നീതി എന്ന് പറയുന്നൊരു സങ്കല്പമില്ല. ഇതൊന്നുമില്ലാത്ത ഒരു ജനാധിപത്യത്തിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അംബേദ്കറുടെ അന്നത്തെ ആശങ്ക എന്നുള്ളത് ഇന്നും ആ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. കാരണം സമത്വാധിഷ്ഠിതമായൊരു സമൂഹം എന്ന് പറയുന്നതൊരു വളരെ വളരെ വിദൂരമായൊരു സ്വപ്നമാണ്. പ്രത്യേകിച്ച് വളരെ സ്ട്രക്ചറലി ഒരുപാട് പരിമിതികളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ഒരു സമത്വ അധിഷ്ഠിതമായൊരു സമൂഹത്തിലേക്ക് രൂപാന്തരപ്പെടാൻ സ്ട്രക്ചറലി പ്രയാസമായൊരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കുറേയെങ്കിലും പ്രയത്നിക്കാൻ നെഹ്റുവിന് കഴിഞ്ഞിരുന്നു. കാരണം നെഹ്റുവിന് അങ്ങനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, സെക്യുലറിസം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സങ്കല്പം, ഒരു ഇൻസൈറ്റ്, ഒരു ഉൾക്കാഴ്ച അവർക്കുണ്ടായിരുന്നു. അത് നെഹ്റു തന്നെയല്ല, രാഷ്ട്രീയ പിന്തുണ. പിന്നെ അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലുണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ, പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ ആ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്ത് 47-48 ആ കാലഘട്ടങ്ങളിലുണ്ടായ അതിഭയങ്കരമായ രക്തച്ചൊരിച്ചിൽ, ഡൽഹി, ലാഹോർ, ലക്നൗ, ഈ പ്രദേശങ്ങളിലൊക്കെ, പഞ്ചാബിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമൊക്കെ രക്തപ്പുഴ ഒഴുകിയിരുന്നൊരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടുകയാണ്. അപ്പം അന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്താക്കുഴപ്പങ്ങളുണ്ടാക്കിയിരുന്നു. പാകിസ്ഥാൻ, മുസ്ലിംസിന് വേണ്ടി പാകിസ്ഥാൻ ആയപ്പം എന്തുകൊണ്ട് ഇന്ത്യ ഹിന്ദു രാജ്യമായിക്കൂടാ, ഹിന്ദുക്കൾക്ക് ഇന്ത്യ. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അത്രയധികം ഇമോഷണൽ പ്രഷർ ഉണ്ടായിരുന്ന സമയത്ത് പോലും നമ്മുടെ ഈ ഭരണഘടനാ ശില്പികൾ അതിനൊന്നും വഴങ്ങാതെ ഈ സെക്യുലറിസത്തിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായൊരു കാര്യമാണ്.